ഇറാന്റെ വജ്രായുധം ക്ലസ്റ്റർ ബോംബുകൾ ഇസ്രായേലിന് നേരെ ചീറിയെടുത്തപ്പോൾ ലോകത്തെ തന്നെ മുന്തിയ പ്രതിരോധ സംവിധാനമായ ഇസ്രായേലിൻ്റെ അയൺ ഡോമുകൾക്ക് നോക്കിക്കൊണ്ടിരിക്കാനേ കഴിഞ്ഞുള്ളൂ. ഒരൊറ്റ ബോംബിങ്ങിൽ ഇന്ന് പുലർച്ചെ ഇസ്രായേലിലെ പല പ്രദേശങ്ങളും ഭസ്മമായിപ്പോയി. ഇതോടെയാണ് ഇസ്രായേൽ ശരിക്കും ഭീതിയിലായത്. അമേരിക്ക, റഷ്യ, ഇറ്റലി എന്നീ രാജ്യങ്ങൾ മാത്രമാണ് ഇതുവരെ ക്ലസ്റ്റർ ബോംബ് സാങ്കേതികവിദ്യ വികസിപ്പിച്ചെടുത്തത്. കാരണം അതിമാരകമാണ്. ലോകത്തെ 110 രാജ്യങ്ങൾ നിരോധിച്ച് ഒരു കരാറിൽ ഒപ്പിട്ടതാണ് മേലാൽ ഈ ക്ലസ്റ്റർ ബോംബുകൾ ഉപയോഗിക്കില്ല എന്ന്. എന്നിട്ടും അമേരിക്കയുടെ പക്കലുണ്ട്. ഇറാന് ഈ ക്ലസ്റ്റർ ബോംബ് എങ്ങനെ കിട്ടി എന്നതാണ് US-നെയും ഇസ്രായേലിനെയും ഒരുപോലെ കുഴക്കുന്നത്. ഒരൊറ്റ ബോംബിങ്ങിൽ 100ഓളം ബോംബുകൾ പൊട്ടിച്ചിതറുന്ന ക്ലസ്റ്റർ ബോംബ്. ആണവ ചർച്ചയ്ക്കില്ലെന്ന് ഇറാൻ നിലപാടെടുത്തപ്പോൾ ഇസ്രായേൽ വീണ്ടും മിസൈൽ വർഷിച്ചു. അപ്പോൾ ഇറാൻ തിരികെ നൽകിയ കനത്ത മറുപടിയാണ്, തിരിച്ചടിയാണ് ഈ ക്ലസ്റ്റർ ബോംബുകൾ. ആകാശത്ത് വെച്ച് തന്നെ പൊട്ടിത്തെറിച്ച് 100 കണക്കിന് ചെറു ബോംബുകളായി അവ വീണ്ടും പൊട്ടിത്തെറിക്കാം, പൊട്ടിത്തെറിക്കാതിരിക്കാം. പൊട്ടിത്തെറിച്ചാൽ അവിടെയുള്ള സാധാരണക്കാരെ ജനങ്ങളടക്കം ആ ഒരു വലിയൊരു പ്രദേശത്ത് ജനവാസ കേന്ദ്രത്തിലെ ജനങ്ങളെല്ലാം നാമാവശേഷമാകും. ഇനി പൊട്ടിത്തെറിക്കാതിരുന്നാലോ, അതെങ്ങാനും ഭൂമിക്കടിയിൽ കിടന്നാൽ അത് അവിടെ കിടക്കും. എന്നെങ്കിലും കർഷകരോ സാധാരണ ജനങ്ങളോ ആ ഭൂമി ഉഴുകയോ കിളച്ചു മറിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അത് പൊട്ടിത്തെറിക്കും. അതാണ് ഈ ക്ലസ്റ്റർ ബോംബിൻ്റെ ഏറ്റവും മാരകമായ അപകടവശം. അതുകൊണ്ട് തന്നെ ക്ലസ്റ്റർ ബോംബുകളുടെ ഉപയോഗം, നിർമ്മാണം, സംഭരണം, വിതരണം ഒക്കെ നിരോധിച്ചുകൊണ്ടുള്ളൊരു കൺവെൻഷൻ ഓൺ ക്ലസ്റ്റർ മ്യൂണിഷൻസ് കരാർ 110 രാജ്യങ്ങൾ ഒപ്പിട്ടത്. എന്നാൽ അമേരിക്ക, റഷ്യ, ചൈന, ഇസ്രായേൽ എന്നീ രാജ്യങ്ങൾ അന്ന് ഒപ്പിട്ടില്ല. കാരണം ഇവരുടെ കയ്യിൽ ഈ ക്ലസ്റ്റർ ബോംബുകളുണ്ട്. ഒപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് പുറത്തെടുക്കാൻ പറ്റില്ല. യുദ്ധ ടാങ്കുകളെ കൂട്ടത്തോടെ തകർത്തെറിയാൻ, സൈനികരെ കൂട്ടത്തോടെ കൊന്നൊടുക്കാനും പരിക്കേൽപ്പിക്കാനും ഒക്കെ ക്ലസ്റ്റർ ബോംബുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഏറ്റവും പുതുതായി ഉക്രൈനിൽ റഷ്യ പ്രയോഗിച്ചു. ഉക്രൈൻ സൈന്യത്തിന് അമേരിക്ക കൊടുത്തു ഈ ക്ലസ്റ്റർ ബോംബുകൾ. പണ്ട് വിയറ്റ്നാം, ഇറാഖ്, സിറിയ, ഇപ്പോൾ ഉക്രൈൻ എന്നിവിടങ്ങളെല്ലാം നേരത്തെ പറഞ്ഞതുപോലെ ക്ലസ്റ്റർ ബോംബിൻ്റെ പരീക്ഷണത്തിന് വിധേയമായ രാജ്യങ്ങളാണ്. രണ്ടാം ലോക മഹായുദ്ധകാലത്താണ് ക്ലസ്റ്റർ ബോംബുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയതെങ്കിലും അത് കുപ്രസിദ്ധി നേടിയത്, ജനം അറിഞ്ഞു തുടങ്ങിയത് വിയറ്റ്നാം യുദ്ധകാലത്താണ്. ഇതുപയോഗിച്ച് ലാവോസിനെയും കംബോഡിയയുമൊക്കെ അമേരിക്ക തുടച്ചു നീക്കിയിരുന്നു. ഏകദേശം 200 മില്യൺ ബോംബുകളാണ് ലാവോസിൽ അമേരിക്ക വർഷിച്ചത് എന്നോർക്കുമ്പോൾ അതിൻ്റെ ഭീകരാവസ്ഥ മനസ്സിലാവും. ഇതിൽ ലാവോസിലും കംബോഡിയയിലുമൊക്കെ പൊട്ടാതെ ഭൂമിക്കടിയിൽ മറിഞ്ഞു പോയവ ഇപ്പോഴും ആക്റ്റീവായി കിടപ്പുണ്ട്. ഗൾഫ് യുദ്ധകാലത്തും ഇറാഖ്, ലെബനൻ, സിറിയ, യമൻ സംഘർഷകാലത്തുമെല്ലാം ക്ലസ്റ്റർ ബോംബുകൾ വ്യാപകമായി പ്രയോഗിക്കപ്പെട്ടിരുന്നു. ഇതുമൂലം വലിയ മനുഷ്യക്കുരുതിയാണെന്ന് മനുഷ്യ സംഘടനകൾ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. കളിപ്പാട്ടം എന്ന് കരുതി കുട്ടികളെടുക്കും, മരണങ്ങളുണ്ടാകും. അങ്ങനെയാണ് പല രാജ്യങ്ങളും അത് നിരോധിച്ചത്. ഉക്രൈനും റഷ്യയും തമ്മിലുള്ള 500 ദിവസത്തെ യുദ്ധം പൂർത്തിയായപ്പോൾ, 500 ദിവസം പൂർത്തിയായപ്പോൾ ഉക്രൈന് അമേരിക്ക സമ്മാനമായി നൽകിയത് ക്ലസ്റ്റർ ബോംബുകൾ. ജോ ബൈഡൻ റഷ്യയുടെ കടുത്ത എതിർപ്പിനെ അവഗണിച്ചായിരുന്നു ജോ ബൈഡൻ മാരകമായ ക്ലസ്റ്റർ ബോംബുകൾ അന്ന് ഉക്രൈന് നൽകാൻ തീരുമാനിച്ചത്. റഷ്യൻ അധിനിവേശത്തിനെതിരെ ഉക്രൈന് വെടിക്കോപ്പുകൾ അങ്ങനെ തീർന്നു പോയാൽ ഒരൊറ്റ വെടിക്ക് 100 വെടി എന്നതായിരുന്നു അന്ന് ജോ ബൈഡൻ്റെ ലക്ഷ്യം. ഉക്രൈനെ നാറ്റോ സഖ്യത്തിൽ ഉൾപ്പെടുത്തണമെന്ന് സെലൻസ്കി കഴിഞ്ഞ വർഷം ആവശ്യപ്പെട്ടിരുന്നു. ഇതിന് പകരമായാണ് ക്ലസ്റ്റർ ബോംബുകൾ അന്ന് ഉക്രൈന് US വാഗ്ദാനം ചെയ്തത്. ഇറ്റലി, സ്പെയിൻ, ജർമ്മനി, UK എന്നിവയടക്കമുള്ള നാറ്റോ രാജ്യങ്ങൾ അമേരിക്കയുടെ ആ തീരുമാനത്തെ എതിർത്തെങ്കിലും അന്ന് റഷ്യക്കെതിരായ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ അമേരിക്കയ്ക്ക് ഉക്രൈന് ക്ലസ്റ്റർ ബോംബുകൾ കൈമാറുക അത്യാവശ്യമായിരുന്നു. യുദ്ധം കൊടുമ്പിരി കൊണ്ട 2022 ഫെബ്രുവരി മാസത്തിൽ റഷ്യയും ഉക്രൈനും നേർക്കുനേർ ക്ലസ്റ്റർ ബോംബുകൾ പ്രയോഗിച്ചെങ്കിലും റഷ്യയ്ക്ക് മാത്രം 40% അതിൻ്റെ പരാജയ നിരക്ക്. അപകടകരമായ രീതിയിൽ ഉക്രൈൻ്റെ പല ഭാഗങ്ങളിൽ ക്ലസ്റ്റർ ബോംബുകൾ ഇപ്പോഴും ചിതറിക്കിടപ്പുണ്ട്. എന്നാൽ അമേരിക്ക നടത്തിയ ക്ലസ്റ്റർ ബോംബിങ്ങുകളുടെ പരാജയ നിരക്ക് വെറും 3%. ക്ലസ്റ്റർ ബോംബുകൾക്ക് പുറമെ പല വിനാശകരമായ ആയുധങ്ങളും നേരത്തെ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ശത്രുക്കൾക്കെതിരെ പ്രയോഗിച്ചിരുന്നു. ഇപ്പോഴിതാ ഇറാനിൽ അയൺ ഡോമുകളുടെ നട്ടലൊടിച്ചുകൊണ്ടാണ് ഇപ്പോഴിതാ ഇറാൻ്റെ ക്ലസ്റ്റർ ബോംബുകൾ ഇസ്രായേലിൻ്റെ അയൺ ഡോമുകളുടെ നട്ടലൊടിച്ചുകൊണ്ടാണ് ഇപ്പോൾ നാശം വിതച്ചത്. അതുമാത്രമല്ല, ഇറാനുമായുള്ള യുദ്ധം ഇസ്രായേലിൻ്റെ, അതായത് വെറും 1 കോടി പോലും ജനസംഖ്യയില്ലാത്ത ഇറാൻ്റെ 1/4 ഭാഗം മാത്രം വലിപ്പമുള്ള ഇസ്രായേലിനെ നട്ടലൊടിക്കുമെന്ന കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇറാനെ നേരിടാൻ മിസൈൽ പ്രതിരോധ സംവിധാനത്തിന് $288 ദശലക്ഷം മാത്രമാണ് ഇസ്രായേൽ
ഓരോ രാത്രിയും ചിലവാക്കുന്നതെന്നാണ് ഇസ്രായേലി സാമ്പത്തിക പ്രസിദ്ധീകരണമായ ദി മാർക്കർ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇസ്രായേലിൽ തകർക്കപ്പെട്ട കെട്ടിടങ്ങൾ പുനർനിർമ്മിക്കാൻ മാത്രം ഇനി $400 ദശലക്ഷം വേണം. ഇതെല്ലാം ഇറാൻ തകർത്തതാണ്. ഇസ്രായേലിന് ഒരൊറ്റ ദിവസത്തേക്കുള്ള സൈനിക ചിലവ് $725 ദശലക്ഷം. ഡേവിഡ് സ്ലിംഗ് സിസ്റ്റം എന്ന പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് ഒരു മിസൈൽ തടുക്കുന്നതിന് മാത്രം $7 ലക്ഷം ചിലവ്. ഇതിൽ $538 മില്യൺ വിമാനങ്ങൾ പറത്തുന്നതിനും യുദ്ധോപകരണങ്ങൾ ഉൾപ്പെട്ട ചിലവുകൾക്കുമാണ് ഇസ്രായേൽ ഈയിടെ വിനിയോഗിച്ചത്. സാമ്പത്തികമായി നോക്കുമ്പോൾ ഇസ്രായേലിനേക്കാൾ ഇറാൻ വളരെ മുന്നിലാണെന്ന് ഓർക്കണം. ആൾബലത്തിൽ മാത്രമല്ല, ആയുധങ്ങളുടെ ബലത്തിലും തുല്യരാണെങ്കിലും സാമ്പത്തികമായി ഇറാൻ മുന്നിലാണ്. $1.44 ട്രില്യൺ സമ്പദ് വ്യവസ്ഥയുമായി ആഗോളതലത്തിൽ 22ാം കസേരയിട്ടിരിക്കുകയാണ് ഇറാൻ. അതിൽ 51ാം സ്ഥാനത്ത് മാത്രമാണ് ഇസ്രായേൽ. സമ്പദ് വ്യവസ്ഥ വെറും $471 ബില്യൺ. പക്ഷേ ഇസ്രായേലിൻ്റെ പ്രതിരോധ ചിലവ് ഇറാനേക്കാൾ ഇരട്ടിയാണ്. അത് ഇസ്രായേൽ അവകാശപ്പെടുന്നത്. പക്ഷേ ഇറാൻ്റെ കയ്യിൽ ക്ലസ്റ്റർ ബോംബ് ഉണ്ടായിരുന്നു എന്നത് ഇപ്പോഴും ഇതുവരെ അമേരിക്ക അടക്കമുള്ള ലോകരാഷ്ട്രങ്ങൾക്ക് ഒരു മിസ്റ്ററി ആയിരുന്നു. പക്ഷേ ഇപ്പോഴത് യാഥാർത്ഥ്യമായി. ഇറാൻ ഇസ്രായേലിൽ പ്രയോഗിച്ചത് ക്ലസ്റ്റർ ബോംബുകൾ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇറാൻ യുദ്ധം ആരംഭിച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇറാൻ കൂടുതൽ ശക്തി പ്രാപിച്ചു എന്ന് ഇസ്രായേലിൻ്റെ മുതിർന്ന സൈനിക മേധാവികൾ തന്നെ വെളിപ്പെടുത്തിയത്. എന്തായാലും ഭയക്കണം ഈ ക്ലസ്റ്റർ ബോംബുകളെ. ലോകം ഭയക്കണം, ഇസ്രായേലും ഇറാനും ഭയന്നില്ലെങ്കിലും.